ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ലേൺ വിത്ത് ജിനുമോൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരേ ഒരു ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെയിൽവേ എക്സാമിന് ചോദിച്ച ഏജ് റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലമാണ്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം, PSC എക്സാമുകൾക്ക് കൂടുതലായിട്ട് ചോദിക്കുന്നത് ഇപ്പോൾ UPSC, SSC എക്സാമുകൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെയാണ്. കൂടാതെ ഈ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ധാരാളം PSC ചോദിക്കുന്നുണ്ട്. കൂടുതലായും ചോദിക്കുന്നത് ഡിഗ്രി ലെവൽ എക്സാമുകൾക്കാണ്. ഇപ്പോൾ നമ്മുടെ ഇനി വരാൻ പോകുന്ന SI, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എന്നീ എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: രാഹുൽസ് ഏജ് ഈസ് 3 times the age of the daughter. After 8 years from now, his age will be 5 years more than twice the age of his daughter. Find the present age of Rahul. Option A 30 years, option B 33 years, option C 36 years and option D 39 years. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: രാഹുൽസ് ഏജ് ഈസ് 3 times the age of the daughter. രാഹുലിൻ്റെ ഏജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകളുടെ ഏജിൻ്റെ 3 മടങ്ങാണ്. അപ്പോൾ രാഹുലിൻ്റെ ഏജ് മകളുടെ ഏജിൻ്റെ 3 മടങ്ങാണ്. ആഫ്റ്റർ 8 years ഫ്രം നൗ ഹിസ് ഏജ് വിൽ ബി 5 years മോർ ദാൻ ട്വൈസ് ദ ഏജ് ഓഫ് ഹിസ് ഡാട്ടർ. അടുത്ത് പറയുന്നത് എന്താണ്? 8 വർഷം കഴിയുമ്പോൾ രാഹുലിൻ്റെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ 2 മടങ്ങിനേക്കാൾ 5 കൂടുതലായിരിക്കും. അപ്പോൾ അടുത്ത് തന്നിട്ടുള്ളത് 8 വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് അദ്ദേഹത്തിൻ്റെ മകളുടെ വയസ്സിൻ്റെ 2 മടങ്ങിനേക്കാൾ 5 കൂടുതലായിരിക്കും. ഫൈൻഡ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് രാഹുൽ. എങ്കിൽ രാഹുലിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇങ്ങനൊരു ഏജ് റിലേറ്റഡ് പ്രോബ്ലം വന്നാൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് റേഷ്യോ മെത്തേഡായിരിക്കും, അറിയാമല്ലോ. പക്ഷെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു ഫോർമുലയോ നമ്മുടെ അംശബന്ധം അത് യൂസ് ചെയ്ത് ആ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ അറിഞ്ഞൂടാത്ത ഒരാളാണെങ്കിൽ എങ്ങനെ ഒരു ഫോർമുലയും യൂസ് ചെയ്യാതെ തന്നെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നോക്കാം. റൈറ്റ്? ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണ്? രാഹുലിൻ്റെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. 8 വർഷം കഴിയുമ്പോൾ രാഹുലിൻ്റെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ 2 മടങ്ങിനേക്കാൾ 5 കൂടുതലായിരിക്കും. എങ്കിൽ രാഹുലിൻ്റെ വയസ്സാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂൾ തലത്തിലൊക്കെ ചെയ്ത മെത്തേഡ് തന്നെയാണ്. നമ്മൾ XY വാല്യൂ കൊടുത്ത് ചെയ്യുമല്ലോ, ആ മെത്തേഡ് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ എളുപ്പത്തിന് വേണ്ടി XY നമ്മൾ കൊടുക്കുന്നില്ല, അതിന് പകരം എന്ത് കൊടുക്കുന്നു? ഫസ്റ്റ് ലെറ്റർ കൊടുക്കാം. രാഹുലിനെ നമുക്ക് എന്താ പറയുക? രാഹുലിനെ നമുക്ക് രാഹുൽ R എന്ന് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഡാട്ടർ അല്ലേ, ഡാട്ടറിന് D എന്ന് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. രാഹുലിൻ്റെ ഏജ് 6 എന്ന് കൊടുത്തു, ഡാട്ടറിൻ്റെ ഏജ് D എന്ന് കൊടുത്തു. ഫസ്റ്റ് എന്താണ് കൊടുത്തത്? ഫസ്റ്റ് സെൻറ്റൻസ് രാഹുലിൻ്റെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. അപ്പോൾ രാഹുലിൻ്റെ വയസ്സ് എത്രയാണ്? 6 ആണല്ലേ. ഡാട്ടറിൻ്റെ വയസ്സ് D എന്ന് കൊടുത്തു, അതിൻ്റെ 3 മടങ്ങല്ലേ. അപ്പോൾ 3 × D. അപ്പോൾ രാഹുലിൻ്റെ ഏജ് മകളുടെ വയസ്സിൻ്റെ 3 മടങ്ങ്. റൈറ്റ്? അടുത്ത് നടന്നിട്ടുള്ളത് 8 വർഷം കഴിഞ്ഞപ്പോൾ രാഹുലിൻ്റെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ 2 മടങ്ങിനേക്കാൾ 5 കൂടുതലാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? 8 വർഷത്തിന് ശേഷമുള്ള രാഹുലിൻ്റെ വയസ്സ് എങ്ങനെ വരും? 8 വർഷത്തിന് ശേഷമുള്ള രാഹുലിൻ്റെ വയസ്സ് എങ്ങനെ വരും? നമുക്കറിയാം, അപ്പോൾ രാഹുലിൻ്റെ വയസ്സ് ഇപ്പോഴുള്ളതിനേക്കാൾ 8 കൂടുതലായിരിക്കും. അപ്പം R + 8. ഇത് എന്തിന് ഈക്വൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്? 8 വർഷത്തിന് ശേഷമുള്ള ഡാട്ടറിൻ്റെ വയസ്സ് എത്രയാണ്? 8 + 8. ഇതിൻ്റെ 2 മടങ്ങ്, ട്വൈസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 2 മടങ്ങിനേക്കാൾ എത്ര കൂടുതലാണ്? 5 കൂടുതലാണ്. റൈറ്റ്? അപ്പോൾ നമ്മൾ ഇവിടെ എഴുതി ഒരു സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ക്വസ്റ്റ്യൻ എന്നാൽ അതുപോലെ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ എഴുതി. എന്താണ്? രാഹുലിൻ്റെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ്. 8 വർഷത്തിന് ശേഷം, അപ്പോൾ R + 8 ഇതെന്ന് പറയുന്നത് മകളുടെ വയസ്സിൻ്റെ
2 മടങ്ങിനേക്കാൾ 5 കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പോൾ സിംപ്ലിഫൈ എങ്ങനെ വരും? നമുക്കിപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പിൽ തന്നെ അങ്ങ് എഴുതാൻ നോക്കാം. അപ്പോൾ 6 നമ്മളിവിടെ എഴുതി. ഈ 2 × d 2d, റൈറ്റ്. 2 × 8 എത്രയാണ്? 16. അപ്പോൾ ഇവിടെ 16 വരും. 16 + 5 എത്രയാണ്? 16 × 5 21. ഈ 21ൽ നിന്ന് ലെഫ്റ്റ് സൈഡിലുള്ള 8 +8 റൈറ്റ് സൈഡ് ആകുമ്പോൾ സംഭവിക്കും മൈനസ് ആവും. അപ്പോൾ 21ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ 13, റൈറ്റ്. ഇതൊക്കെ കൂടി സ്റ്റെപ്പായിട്ട് എഴുതാം. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്റ്റെപ്പായിട്ട് എന്ത് വരും? ഇവിടെ എഴുതുമ്പോൾ 2d + 16 + 5 എന്ന് വരും, റൈറ്റ്. 16 + 5 21. ഈ ലെഫ്റ്റ് സൈഡുള്ള 8 റൈറ്റ് സൈഡ് പോകുമ്പോൾ -8 ആവും. 21ൽ നിന്ന് 8 പോകുമ്പോൾ എത്രയാണ്? നമുക്കറിയാം 13. അപ്പോൾ ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയെന്നേ ഉള്ളൂ. അപ്പം 6 എന്ന് പറയുന്നത് 2d + 13 കിട്ടി. നമുക്കിവിടെ അറിയാം 6 എന്ന് പറഞ്ഞാൽ 3d എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് 2 ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യാമല്ലോ, കാരണം ലെഫ്റ്റ് സൈഡ് 2ൻ്റെ ഈക്വലാണ്. അപ്പോൾ ഇങ്ങനെ എഴുതാം 3d = 2d + 13, റൈറ്റ്. ഇതിനെ 2d ലെഫ്റ്റ് സൈഡ് വരുമ്പോൾ 3d - 2d, അതായത് d = 13 എന്ന് കിട്ടി. അതായത് എന്താണ്? അദ്ദേഹത്തിൻ്റെ മകളുടെ വയസ്സ് 13. അപ്പോൾ രാഹുലിൻ്റെ വയസ്സ് എത്രയാണ്? നമുക്കറിയാം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഡാട്ടൻ്റെ വയസ്സിൻ്റെ 3 മടങ്ങാണല്ലേ. അപ്പം രാഹുലിൻ്റെ വയസ്സ് എന്ന് പറയുന്നത് 13ൻ്റെ 3 മടങ്ങ്, അതായത് 39 ആണ്, റൈറ്റ്. തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഡി ആണ് ആൻസർ, റൈറ്റ്. അപ്പോൾ നമുക്കൊരു 3 സ്റ്റെപ്പ് കൊണ്ട് ആൻസറിലെത്തി. നമുക്കിതൊന്നും അപ്പോൾ എക്സാം ടൈമിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ലൈൻ തന്നെയാണ്. അടുത്ത് നമ്മൾ അതിനെ ആ 2 ഇക്വേഷനെ ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ഡാട്ടൻ്റെ വയസ്സ് കിട്ടി. അതിൽ നിന്ന് രാഹുലിൻ്റെ വയസ്സും കണ്ടെത്തി, റൈറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.